വയനാട് ഒരു അതിജീവനത്തിന്റെ പാതയിലാണ്. ആ അതിജീവനത്തിന് പുതുജീവൻ നൽകാൻ, ടൂറിസത്തിന് ഒരു പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് 24 കണക്ട് 24മായി സഹകരിച്ചുകൊണ്ട് ഒരു ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. ആ ബൈക്ക് റാലി അല്പസമയങ്ങൾക്ക് മുമ്പ് മേപ്പാടിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. ആ ബൈക്ക് റാലി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കൽപ്പറ്റയിൽ എത്തിയിരിക്കുകയാണ്. കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏതാണ്ട് 100ഓളം ബൈക്കുകളാണ് ഈ ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്നത്. വിവിധ ടൂറിസം കൂട്ടായ്മകളുടെ സഹായത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖല നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ നമ്മളോടൊപ്പം കുറച്ച് ആളുകൾ ചേരുന്നുണ്ട്. എന്താണ് ഈ മഴ ആരംഭിച്ച ശേഷം, ഈ മണ്ണിടിച്ചിലുണ്ടായ ശേഷമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ വയനാട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമുക്ക് ഏകദേശം 90% പ്രോപ്പർട്ടികളുടെയും ഗസ്റ്റുകൾ വരുന്നത് ഔട്ട് ഓഫ് കേരളമാണ്, കേരളത്തിന് പുറത്തുനിന്നാണ്. അപ്പം ഒരുമാതിരിപ്പെട്ട ഒരു മഴയുടെ പ്രശ്നവും അതുപോലെ ലാൻഡ്സ്ലൈഡ് ഇഷ്യൂ വന്നപ്പം നമ്മുടെ ഏകദേശം ഞങ്ങളൊക്കെ അക്കോമഡേഷൻ പാർട്ട്നേഴ്സാണ്, താമസ സൗകര്യം അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം ഒരു 99% ബുക്കിങ്ങും 100% ബുക്കിങ്ങും വാഷ് ഔട്ടായിപ്പോയി. കാരണം എല്ലാ സ്ഥാപനവും അതാത് മാസത്തെ ബുക്കിംഗ് അനുസരിച്ച് ചെറിയ പ്രോപ്പർട്ടീസാണ്. ഇവിടെ വലിയ പ്രോപ്പർട്ടീസ് വളരെ ആൾക്കാർക്ക് ഒരു പേടിയാണ് വയനാട്ടിലേക്ക് വരാൻ. അതെ, അതുകൊണ്ട് ബുക്കിംഗ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. എല്ലാവരും ചെറിയൊരു മീഡിയം പ്രോപ്പർട്ടീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ടുള്ള റൂം എല്ലാ 20 റൂംസ് 30 റൂംസിൻ്റെ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് ബുക്കിംഗ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ബുക്കിംഗ് എല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞപ്പോൾ പുതിയ ബുക്കിംഗ് ജനറേറ്റ് ആകണം. കാരണം ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതിന് വളരെ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് താമസക്കാർ വന്നാൽ മാത്രമേ സാഹചര്യമുള്ളൂ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങളിപ്പം ഈ മാസം ഒരു 8, 9, 10ലേക്ക് വയനാട്ടിലെ ഏകദേശം ഒരു 140ഓളം പ്രോപ്പർട്ടീസ് നമ്മളൊരു 50% ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ എല്ലാ ഗസ്റ്റിനും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്ത് ബാക്കിയുള്ളവർക്കുള്ള ഫിയർ എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫറും നമ്മളിപ്പോൾ എല്ലാ ഗസ്റ്റിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോൺ എടുത്തും അങ്ങനെയൊക്കെയാണ് ഓരോ ടൂറിസം കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. ടൂറിസ്റ്റുകൾ വരാത്തത് വലിയ നഷ്ടമാണ് എന്നാണ് അവർ പറയുന്നത്. ടൂറിസം മേഖല നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി ഈ ഓട്ടോ ടാക്സി തൊഴിലാളികൾ കൂടി അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വിഷയങ്ങളിലേക്ക് കൂടി പോവാം. വയനാട്ടിലേക്ക് ആളുകൾക്ക് എത്താൻ ഒരു ഭയമാണ്. അപ്പോൾ അതിന്റെ ഒരു വിഷമം നിങ്ങളും അനുഭവിക്കുന്നുണ്ടല്ലോ. എന്താണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ഇപ്പോൾ ഈ ടൂറിസം മേഖല എല്ലാം എന്തായി നിന്ന് പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പം ഓട്ടോറിക്ഷ ഓടുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്കാണെങ്കിലും എന്താ പറയുക, ഒരു ഡെയിലി ഒരു 1000 രൂപയ്ക്ക് ഓടുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം ഒരു 300-400 രൂപയ്ക്കൊക്കെയാണ് എല്ലാവരും ഓടി വീട്ടിൽ പോണേ. ചിലവർ വണ്ടി വാടകയൊക്കെ എടുത്ത് ഓടുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വയനാടിനെ എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് എല്ലാവരും ഒന്നിച്ച് ഒരുമയോടെ പിടിച്ചാൽ നമുക്ക് വയനാടിനെ വീണ്ടെടുക്കാം. എല്ലാവരും നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വയനാട്ടിൽ സ്വാഗതം ചെയ്യാണ് എല്ലാവരെയും, വയനാട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വയനാടിനെ മൊത്തം ബാധിക്കുന്നത് എന്നല്ല, എന്നാലും നമ്മളെ വയനാടിനെ എല്ലാവരും കൈകോർത്ത് ഒന്നിച്ച് കൊണ്ടുവരിക. അതിന് നിങ്ങളും നമ്മളും എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഒന്നിച്ചുണ്ടാവും. നമുക്ക് കൽപ്പറ്റയിലെ ഒരു നാട്ടുകാരൻ കൂടി ചേരുന്നുണ്ട്. എന്താ ചേട്ടന് പറയാനുള്ളത്? വയനാടിനെ വീണ്ടെടുക്കാൻ 24 ചെയ്യുന്ന ഈ ഒരു നല്ല ഉദ്യമത്തിന് വയനാട്ടുകാരുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമുക്കറിയാം, വയനാട് ജില്ല കാർഷിക മേഖല തകർന്നതിന് ശേഷം നമുക്കുള്ളത് ടൂറിസമാണ്. ഈ ടൂറിസമാണ് വയനാടിൻ്റെ 1, 2, 3 വാർഡുകളിൽ അനുഭവിച്ച അല്ലെങ്കിൽ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് വയനാട് മൊത്തത്തിൽ അതിൻ്റെ ഒരു ദുരിതം പേറുകയാണ്. അപ്പോൾ ഇത് കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വയനാട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല. വയനാട് ഇപ്പോഴും സേഫ്റ്റിയാണ്. ആകെ ഒരു 3, 4 വാർഡുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അഗാധമായ ദുഃഖം ഏർപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും വരണം, നിങ്ങൾ വന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണം. എന്നാലേ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം വളരെ ഭംഗിയാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായിട്ട് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും രാവിലെ തന്നെ മഴയാണ്. പക്ഷെ ആ മഴ പോലും വകവയ്ക്കാതെ നൂറുകണക്കിന് ആളുകളാണ് 24നോടൊപ്പം കൈ കോർത്തുകൊണ്ട് ഈ മെഗാ ബൈക്ക് റാലിയിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൽപ്പറ്റയിലാണ് നമ്മൾ ഉള്ളത്. ഇനി പിണങ്ങോട്, മീൻമുട്ടി, കാപ്പിക്കളം അങ്ങനെ വിവിധ ഇടങ്ങളിലേക്ക് ഈ ബൈക്ക് റാലി കടന്നു ചെല്ലാൻ പോവുകയാണ്. വയനാടിന് പുതുജീവൻ നൽകാൻ അങ്ങനെ കൈകോർക്കുകയാണ് ലോക മലയാളികൾ എല്ലാവരും തന്നെ. കൽപ്പറ്റയിൽ നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24.